ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ സിദ്ദീഖ് നെടുങ്ങോട്ടൂർ അവരുകളെ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച നൗഫൽ മക്കരപ്പറമ്പ്, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ ചിന്തകനാണ്, എഴുത്തുകാരനാണ്, കേരളത്തിനകത്തും പുറത്തും സുപരിചിതനായ പ്രിയങ്കരനായ ഷഫീഖ് പരപ്പനങ്ങാടി, അതുപോലെ തന്നെ സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രമുഖ വ്യക്തികളെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെമിനാറിലേക്ക് എന്നെ ക്ഷണിച്ച ഈ സംഘാടകരെ ആദ്യമേ എൻ്റെ സ്നേഹവും സന്തോഷം അറിയിക്കുകയാണ്. ഇന്ന് ഇവിടെ ബ്രൈറ്റ് അക്കാദമിയെക്കുറിച്ച് നമ്മൾക്കറിയാം, ഇതിനു മുന്നും ഒരുപാട് സെമിനാറുകളും സാമൂഹ്യ നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പല പ്രോഗ്രാമുകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ നട്ടിലായി മാറിയിട്ടുള്ള ഒരു അക്കാദമി തന്നെയാണ് ബ്രൈറ്റ് അക്കാദമി. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നിവിടെ ഈ സെമിനാറിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഹാപ്പി ഫാമിലി, സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നിവിടെ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, കൂടും പ്ലസ് ഇമ്പമുള്ളതായിരിക്കണം നമ്മുടെ കുടുംബം. ഫാമിലി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്നാണ് ഫാമിലി എന്നതിൻ്റെ ഫുൾ ഫോമായിട്ട് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കുടുംബത്തിൽ ഇതുവരെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ മുന്നിൽ എനിക്കൂടെ ഒന്ന് സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ മുഖ്യമന്ത്രിക്ക് നാട് ഭരിക്കണമെങ്കിൽ, ഒരു എൻജിനീയർക്ക് അവൻ്റെ ജോലി കൃത്യമായി നിർവഹിക്കണമെങ്കിൽ, ഏത് മേഖല, ഡോക്ടറായിക്കോട്ടെ, ഏത് മേഖല പ്രവർത്തിക്കുന്ന ആളാണെങ്കിലോ അവൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ രീതിയിൽ നിർവഹിക്കണം. അവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള സന്തോഷവും സപ്പോർട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളതൊന്നും ഒന്നുമില്ല. അതിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വിട്ടുവീഴ്ച മനോഭാവവും ഒരു മനസ്സിലാക്കലുകളും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഭാര്യ ഇണകൾ തമ്മിൽ മനസ്സിലാക്കുക, പരസ്പരം കേട്ടിരിക്കാൻ കഴിയണം, ഭാര്യയെ കേട്ടിരിക്കാനുള്ള സമയം കൊടുക്കുക. അതുപോലെ തന്നെ മക്കളുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പുറത്ത് പോവുക, നമ്മൾ പുറത്തൊക്കെ വന്ന് എന്നും ഈ വീട്ടിലെ ഭക്ഷണം മാത്രം കഴിക്കാതെ പുറത്തൊക്കെ വന്ന് അവിടേക്ക് പോയി ഒരു ടൂർ പോവുക, അങ്ങനെയൊക്കെ അതിലൂടെ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ അവരെ നമുക്ക് സഹായിക്കാൻ പറ്റില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, സത്യത്തിൽ നമ്മളൊരു വീട്ട് കുടുംബം എന്ന് പറഞ്ഞാൽ അവർ പുറത്ത് ജോലി, വീട്ടിൽ ഒരുപാട് ജോലികളുള്ള ആളുകളാണ് നമ്മൾ സ്ത്രീകൾ. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മളൊക്കെ കല്യാണം കഴിച്ചിക്കണം. നമ്മളെ മാതാപിതാവൊക്കെ അന്ന് നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ പുറത്ത് പോയിട്ട് വരും, ഡ്രസ്സ് അയച്ചിടും, പിന്നെയും പോവും, പിന്നെയും ചെളിയാക്കി വരും. അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ അവർക്ക് ശരിക്ക് ഒരു കിണർ പോലും ഇടാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരാണ് നമ്മളെ മാതാപിതാക്കളൊക്കെ. പുറത്തുനിന്നൊക്കെ എത്രയോ അകലെ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് അത് കഴുകലും വാഷിംഗ് മെഷീനോ സൗകര്യങ്ങളോ ഒന്നിനും ഒരു സൗകര്യമില്ലാതെ നോക്കിയതാണ് നമ്മളൊക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ നമ്മൾ വില മനസ്സിലാകുന്ന സത്യത്തിൽ ഇപ്പോൾ കല്യാണം കഴിച്ച് നമ്മളൊക്കെ ഈ രൂപത്തിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാകുന്നത് അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ അതുപോലെ അവരിതുവരെയായിട്ട് പരാതി പറഞ്ഞിട്ടില്ല. സത്യം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ അത്തരം ഈ കുടുംബത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അവരെ സഹായിക്കുക. അവർ ചെറുതായിട്ട് അടുക്കളയിലൊക്കെ ഒന്ന് പോയി നിന്ന് ചെറിയ കാര്യമായിരിക്കാം, ഒന്ന് തേങ്ങ ചിരവി കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക, പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വീടൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. അത്ര ചെറിയ കാര്യങ്ങളും, പക്ഷെ അത് അവരെ സംബന്ധിച്ച് അത് വലിയ കാര്യമായിരിക്കും. എന്തായാലും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും സന്തോഷം ഇതായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ അർപ്പിതമായിട്ടുള്ള വിഷയം ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.